സ്ഥിതിഗതികൾ ശാന്തമാകുന്ന ജമ്മു കാശ്മീരിലേക്കാണ് ഭാരതം ഓരോ ദിവസം ഇടിതോർക്കുന്നത്. എന്തായാലും അതിർത്തി ഗ്രാമങ്ങളിലെ വീടുകളിലേക്ക് ആളുകൾ തിരിച്ചെത്തി തുടങ്ങിയ സന്തോഷം പകരുന്ന വാർത്ത. ജമ്മു സെക്ടറിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇന്നു മുതൽ തുറന്ന് പ്രവർത്തിക്കുമെന്ന് നേരത്തെ അറിയിച്ചിരിക്കുകയും ചെയ്തിരുന്നു. ഷോപ്പിയാനിൽ സുരക്ഷാ സേന നടത്തിയ പരിശോധനയിൽ 2 ഭീകരരെ കൂടി പിടികൂടിയ വിവരവും വരുന്നുണ്ട്. ജിഷ്ണു, വിശദാംശങ്ങൾ. അനു ചൂണ്ടിക്കാട്ടിയതുപോലെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ജമ്മു കാശ്മീർ സമാധാനം പുലരുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. പാകിസ്ഥാന്റെ പ്രകോപനം അവസാനിപ്പിക്കാൻ സാധിച്ചതോടെ, കനത്ത മറുപടിയിലൂടെ പാകിസ്ഥാൻ അതിർത്തിയിൽ നടത്തുന്ന പ്രകോപനം അവസാനിപ്പിക്കാൻ സാധിച്ചതോടെ ജമ്മു കാശ്മീർ ശാന്തമാവുകയാണ്. കഴിഞ്ഞ 3-4 ദിവസങ്ങളായി യാതൊരു തരത്തിലുമുള്ള പ്രകോപനവും അതിർത്തി മേഖലകളിൽ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. കൂടാതെ ഭീകരശക്തികൾക്കും ജമ്മു കാശ്മീരിന്റെ മണ്ണിൽ യാതൊരു തരത്തിലും ഭീകരാക്രമണമോ അല്ലെങ്കിൽ സംഘർഷമോ ഏതെങ്കിലും തരത്തിൽ സുരക്ഷാ സേനയെ വെല്ലുവിളിക്കുന്ന നടപടികളിലേക്കോ പോകാൻ സാധിക്കാത്ത വിധത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ജമ്മു കാശ്മീരിലും അതിർത്തി മേഖലകളിലും ഒരുക്കിയിട്ടുണ്ട്. അത്തരത്തിലൊരു സമാധാന അന്തരീക്ഷത്തിലേക്ക് ജമ്മു കാശ്മീർ നീങ്ങുന്നു. നേരത്തെ പാക് പ്രകോപനം ഉണ്ടായിട്ടുള്ള അതിർത്തി ഗ്രാമങ്ങളിലേക്കെല്ലാം ആളുകളെ ഘട്ടം ഘട്ടമായി തിരിച്ചെത്തിക്കുകയാണ്. നേരത്തെ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയുടെയും കൂടാതെ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയുടെയും നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗങ്ങൾക്ക് ശേഷമാണ് ആ ജനങ്ങളെ അതിർത്തി ഗ്രാമങ്ങളിലേക്ക് തിരിച്ചെത്തിക്കുന്നത്. പക്ഷേ നിയന്ത്രണ രേഖയോട് ഏറ്റവും അടുത്തുള്ള വീടുകളിലേക്കും ഗ്രാമങ്ങളിലേക്കും ആളുകളെ എത്തിക്കുന്നത് സുരക്ഷാ പരിശോധനയ്ക്കും ഒപ്പം സൈന്യത്തിന്റെ നിർദ്ദേശങ്ങളും അനുസരിച്ച് മാത്രമായിരിക്കും നിയന്ത്രണ രേഖയുടെ ഏറ്റവും അടുത്തുള്ള വീടുകളിലേക്കും ഗ്രാമങ്ങളിലേക്കും ആളുകളെ എത്തിക്കുക. ഒപ്പം ഈ പ്രദേശങ്ങളിലെല്ലാം ഉറി, പൂഞ്ച്, ബാരാമുള്ള, രജൌരി തുടങ്ങിയിട്ടുള്ള മേഖലകളിലേക്കാണ് ആളുകളെ തിരിച്ചെത്തിക്കുന്നത്. പൂഞ്ചിലും രജൌരിയും ഉൾപ്പെടെയുള്ള ഉറി ഉൾപ്പെടെയുള്ള മേഖലകളിലാണ് പാകിസ്ഥാൻ ഷെല്ലാക്രമണം നടത്തിയത്. ഇവിടങ്ങളിലെല്ലാം ഇപ്പോൾ നാശനഷ്ടങ്ങളുടെ കണക്കെടുപ്പ് പുരോഗമിക്കുകയാണ്. അത്തരം പരിശോധനകൾ പൂർത്തിയായാൽ കൂടുതൽ ധനസഹായം ആളുകൾക്ക് പ്രഖ്യാപിക്കാനും സർക്കാർ ഭാഗത്തുനിന്ന് തീരുമാനമെടുത്തിട്ടുണ്ട്. കൂടാതെ ജമ്മു സെക്ടറിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും തുറന്നു പ്രവർത്തിക്കാൻ അനുമതി നൽകിയ തരത്തിൽ സമാധാന അന്തരീക്ഷത്തിലേക്ക് പോകുന്നു. പക്ഷേ ഭീകര വിരുദ്ധ നടപടികളും പരിശോധനയും ജമ്മു കാശ്മീരിൽ സൈന്യം ശക്തമാക്കുകയാണ്. ഇന്നിപ്പോൾ ഷോപ്പിയാനിൽ 34 രാഷ്ട്രീയ റൈഫിൾസ് യൂണിറ്റും കൂടാതെ CRPFും ജമ്മു കാശ്മീർ പോലീസും സംയുക്തമായാണ് പരിശോധന നടത്തിയത്. ആ പരിശോധനയിൽ 2 ഭീകരരെ പിടികൂടിയിട്ടുണ്ട്. 2 പിസ്റ്റളുകൾ, 4 ഗ്രനേഡുകൾ, വെടിയുണ്ടകൾ, സ്ഫോടക വസ്തുക്കൾ തുടങ്ങി വൻ ആയുധശേഖരമാണ് ഇവരിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുള്ളത്. സുരക്ഷാ സേന സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് 2 ഭീകരരെ പിടികൂടുകയും ആയുധശേഖരം പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ ഭീകരരെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ്. ഈ ഷോപ്പിയാൻ, പുൽവാമ, അവന്തിപ്പുര ഈ പ്രദേശങ്ങളോട് ചേർന്നിട്ടുള്ള വനമേഖലകളിൽ കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി സൈന്യം അതിശക്തമായിട്ടുള്ള പരിശോധന നടത്തി വരുന്നുണ്ട്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒന്ന് ഷോപ്പിയാനിൽ നിന്ന് വളരെ വേഗത്തിൽ എത്താൻ സാധിക്കുന്ന വനമേഖല, കൂടാതെ ഈ ഒരു പ്രദേശത്തോട് ചുറ്റിക്കെട്ട് കിടക്കുന്ന പുൽവാമ, അവന്തിപ്പുര, ഷോപ്പിയാൻ തുടങ്ങിയ പ്രദേശങ്ങൾ കടന്നു വേണം വനമേഖലയിൽ നിന്ന് ഭീകരർക്ക് പുറത്തേക്ക് പോകാൻ. അതിർത്തി കിടക്കണമെങ്കിലും അത്തരം ഈ നഗരപ്രദേശങ്ങളിലൂടെ വേണം കടന്നു പോകാൻ. അതുകൊണ്ട് വനമേഖലയിൽ കൂടുതൽ ഭീകരർ ആയുധങ്ങളുമായി തമ്പടിച്ചിട്ടുണ്ട് എന്ന നിഗമനത്തിൽ തന്നെയാണ് സൈന്യമുള്ളത്. അവിടെ വലിയ രീതിയിൽ പരിശോധന തുടർന്നു. കൂടാതെ മുൻപ് ഭീകര സാന്നിധ്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മേഖലകളിലും അതിർത്തി പ്രദേശങ്ങളിലും ഗ്രാമമേഖലയിലുമെല്ലാം സൈന്യം ഇത്തരത്തിൽ സുരക്ഷാ സേന സൈന്യവും CRPFും പോലീസും സംയുക്തമായുള്ള പരിശോധന തുടരുകയാണ്. പ്രകോപനം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് നിലവിൽ ഇല്ല എങ്കിൽ പോലും അതിർത്തി മേഖലയിൽ പ്രതിരോധ നിര ശക്തമാക്കുകയും ജമ്മു കാശ്മീരിൽ ഭീകര വിരുദ്ധ നടപടികളും പരിശോധനയും സൈന്യം ശക്തമായി തുടരുകയുമാണ്. ഏറെ ആശ്വാസം നൽകുന്ന വാർത്തകൾ തന്നെയാണ് ജമ്മു കാശ്മീരിൽ നിന്നും.